ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റോസ്മേരി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫുൾ ബോഡി സ്ട്രെച്ച് വർക്കൗട്ടാണ്. നമ്മളിൽ കുറച്ച് പേരെങ്കിലും കുറച്ച് ദിവസം ജിമ്മിൽ പോയിട്ട്, കുറച്ച് ദിവസമൊന്നും വേണ്ട, ആദ്യത്തെ 2-3 ദിവസം വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പറയാറുണ്ട്, ജിമ്മിൽ പോയിട്ട് മേല് മുഴുവൻ വേദനയാണ്, ഞാൻ ജിമ്മിൽ പോകുന്നില്ല എന്ന്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്ട്രെച്ചിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് എന്തായാലും സ്ട്രെച്ചിങ് വേണം. ആ സ്ട്രെച്ചിങ് നിങ്ങൾ ചെയ്തതിനാൽ നിങ്ങൾക്ക് ഒത്തിരി ഡിഫറൻസ് അത് ഫീൽ ചെയ്യാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ എന്താ പറയുക, കാർഡിയോ മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണോ, എന്ത് ചെയ്താലും നിങ്ങൾ എക്സസൈസ് ചെയ്തതിന് ശേഷം എന്തായാലും ഒരു സ്ട്രെച്ചിങ് വേണം. ഞാൻ ആക്ച്വലി ഇന്ന് ചെയ്യാനിരുന്നത് ബാക്ക് ആൻഡ് ഷോൾഡർ വർക്കൗട്ട് വീഡിയോ ആണ്, ഡംബൽ വർക്കൗട്ട് വീഡിയോ ആണ്. ഞാൻ ഇന്നലെ രാത്രി അതിന് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു കിടന്നത്. പക്ഷേ ഉണ്ടല്ലോ, നേരം വെളുത്ത് എണീറ്റിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ മൺഡേ ടു ഫ്രൈഡേ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ ബോഡിക്ക് ഈ വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഇല്ല. എനിക്കിപ്പോൾ എൻ്റെ ബോഡിക്ക് വേണ്ടത് ഒരു കൈൻഡ് ഓഫ് റിഫ്രഷ്മെൻ്റ് ആണ്. മസിൽ സോർനെസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും സോർനെസ് ഒന്നും ഇല്ല, കാരണം ഞാൻ ഡെയിലി സ്ട്രെച്ച് ചെയ്തായിരുന്നു. പക്ഷേ മൊത്തത്തിൽ ബോഡി ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഒരു ഫീലുണ്ട്. അതായത് നമ്മൾ ചുമ്മാ ഇരിക്കുന്നവർക്ക് ഞാൻ ചുമ്മാ കൈ വെക്കുക, കാല് വെക്കുക, അപ്പോഴൊക്കെ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാൽ ഇന്ന് ബാക്ക് ആൻഡ് ഷോൾഡർ വീഡിയോ വേണ്ട, നമുക്ക് ഒരു ഫുൾ ബോഡി സ്ട്രെച്ച് വർക്കൗട്ട് തന്നെയാക്കാനും. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ചാനലിൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സ്ട്രെച്ച് വർക്കൗട്ടിന് തന്നെ. അത് ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെയിലി വർക്കൗട്ടിന് ശേഷം ആ സ്ട്രെച്ച് വർക്കൗട്ട് ചെയ്യാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന സ്ട്രെച്ച് വർക്കൗട്ട് ഒരു മിനിമം 15 മിനിറ്റ്സ് എങ്കിലും എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെയിലി വർക്കൗട്ടിന് ശേഷം ചെയ്യുക അത്രയും അങ്ങോട്ട് പ്രാക്ടിക്കലല്ല, കാരണം ജസ്റ്റ് സ്ട്രെച്ചിങ്ങിന് മാത്രം 50 മിനിറ്റ്സ് എടുക്കുമ്പോൾ പിന്നെ വർക്കൗട്ട് ചെയ്യാൻ അത്രയും സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞോണം, മൺഡേ ടു ഫ്രൈഡേ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ 2-3 ദിവസം വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബോഡിക്ക് റിയലി ഒരു റിഫ്രഷ്മെൻറ്റ് വേണമെന്ന് തോന്നില്ലേ, ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണമെന്ന് തോന്നില്ലേ, അപ്പം നിങ്ങൾ ഈ സ്ട്രെച്ചിങ് വർക്കൗട്ട് എടുക്കാം. ഇതൊരു 15 മിനിറ്റ്സ് എടുക്കും. അപ്പം നമുക്ക് ഈ സ്ട്രെച്ചിങ് വർക്കൗട്ടിലോട്ട് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന സ്ട്രെച്ച് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ലെഗിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ കാഫ് മസിൽസിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റോളർ എടുത്തിട്ട് ഈ ഒരു പൊസിഷനിലിരിക്കാം, നിങ്ങളുടെ ലോവർ ലെഗ് ഈ റോളറിൽ ടച്ച് ചെയ്യാൻ പാകത്തിന്. അതിനുശേഷം ഇങ്ങനെ കൈ കുത്തിയിരുന്നതിന് ശേഷം ഒരു ലെഗിൻ്റെ മുകളിൽ മറ്റേ ലെഗ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം. ഇതൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് 30 സെക്കൻഡ്സ് എങ്കിലും ഓരോ ലെഗിനായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഒരു 1 മിനിറ്റ് 30 സെക്കൻഡ്സ് ഈ ലെഗിനായിട്ട് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പൊക്കത്ത് വെച്ചിരിക്കുന്ന കാല് താഴേക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ലെഗ്സ് പൊസിഷൻ മാറ്റിയതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രെച്ച് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ലെഗിന് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ക്വാഡ്സ് മസിൽസിന് വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഈ സെയിം റോളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ക്വാഡ്സ്, അതായത് ഈ അപ്പർ ലെഗ് ഈ റോളറിൽ വരാൻ പാകത്തിന് കിടന്നതിന് ശേഷം ഒരു നേരത്തെ ചെയ്തോണം തന്നെ റോൾ ചെയ്യാം, ലൈക്ക് ദിസ്. ഇപ്പം നിങ്ങൾ കാണുവാണെങ്കിൽ എൻ്റെ അപ്പർ ലെഗ് മാത്രമാണ് ആ റോളറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ റോൾ ചെയ്യാം, ജസ്റ്റ് അപ്പർ ലെഗ് മാത്രമായിട്ട്. ഇതൊരു 2 മിനിറ്റ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലോവർ ലെഗ് കഴിഞ്ഞു, അപ്പർ ലെഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലൂട്ട് മസിൽസ് ഉണ്ട്. നിങ്ങളൊരു സൈക്ലിംഗ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ക്വാട്സ് ഒക്കെ ഒത്തിരി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഗ്ലൂട്ട്സിൽ വരാറുള്ള വേദന. എന്താ പറയുക, നമ്മൾ ലെഗ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് വരാറുള്ള ആ മസിൽ സോർനെസ്, എന്താ പറയുക, ചിന്തിക്കാൻ പോലും പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒത്തിരി പ്രശ്നമുള്ളത്. അപ്പോൾ ഈ ഗ്ലൂട്ട്സിനൊക്കെ നിങ്ങൾക്ക് ഗ്ലൂട്ട് മസിൽസിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെച്ച് വർക്കിട്ട് നല്ല അടിപൊളി സാധനമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം റോളറിൽ തന്നെ നിങ്ങളിങ്ങനെ ഇരിക്കുക. നിങ്ങളിരുന്നതിന് ശേഷം ഒരു ലെഗ് എടുത്ത് മറ്റേ ലെഗിൻ്റെ ഇതിൽ വെച്ചിട്ട്
ഇതൊരു പൊസിഷനായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ലെഗിന് വേണ്ടി ഈ ഒരു സൈഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 1 minute 30 seconds ചെയ്യാം. ഇങ്ങനെ റോൾ ഇങ്ങനെ 1 minute 30 seconds ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നിങ്ങൾ ഇതേ സെയിം റൂട്ടീൻ തന്നെ ഈ ഇപ്പുറത്തെ ലെഗിനെ റിപ്പീറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് റോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ മസിൽസൊക്കെ എന്താ പറയുക, അതിനെ എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളത് ചെയ്തു നോക്കുക ഈ റോളറിലുള്ള സ്ട്രെച്ച് റൂട്ടീൻ. ശരിക്കും ഈ സ്ട്രെച്ച് വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യാം. ലൈക്ക് ജസ്റ്റ് ഈ ഒരു റോളറിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ റോളർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ച് വർക്കൗട്ടുകളുണ്ട്. അതാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സാറ്റർഡേ സൺഡേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ജിമ്മ് സ്കിപ്പ് ആകുന്നവരാണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഈ സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ മൺഡേ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇച്ചിരിയും കൂടെ ഒരു എന്താ പറയുക എനർജി കിട്ടും. സൺഡേ നിങ്ങൾക്ക് ഒരു റെസ്റ്റ് ഡേ ആക്കാം. അപ്പോൾ ഒരു ഇത്തിരി കൂടെ ഒരു ബോഡിക്ക് നമ്മുടെ മസിൽസിന് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കൊടുക്കരുതല്ലോ. ഇപ്പോൾ പൊതുവേ നമ്മളുടെ ആൾക്കാർ കൂടുതൽ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രാക്കിങ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിലുള്ള ഡയറ്റുകൾ ചെയ്യും. അതായത് ഭയങ്കര ക്രാഷ് ആയിട്ടുള്ള ഡയറ്റുകൾ. വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ ലിസൺ ചെയ്യാതെ നമ്മൾ ആ ഒരു എന്താ പറയുക ആ തുടക്കത്തിൻ്റെ ആ ഒരു മോട്ടിവേഷനിൽ നമ്മൾ ഓവറായിട്ട് ചെയ്യും. എന്താ ഫൈനലി സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ജങ്ക് കഴിച്ചത് ഓവറാക്കും. കാരണം നമ്മൾ ഫുഡ് കഴിക്കാതിരുന്ന് എന്താ പറയുക വിശന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി അറിയാതെ ജങ്ക് കഴിച്ചു പോകും. അല്ലെങ്കിൽ ഇപ്പോൾ വർക്കൗട്ട് ആണെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. അങ്ങനെയല്ല, നമ്മൾ എന്താ പറയുക എല്ലാം ഒരു മിനിമത്തിൽ ചെയ്യുക. ഡയറ്റ് ആണെങ്കിലും ഭയങ്കര ക്രാഷായി നോക്കാതെ നമ്മുടെ ബോഡിനെ ലിസൺ ചെയ്യുക. വിശക്കുമ്പോൾ കഴിക്കാതെ ഹെൽത്തി ഫുഡാണെന്ന് ഉറപ്പ് വരുത്തുക. വർക്കൗട്ട് ആണെങ്കിലും ചില ദിവസങ്ങളിൽ കയറി ഭയങ്കര ഓവറായിട്ട് കയറി ചെയ്യാതെ ഒരു മൺഡേ ടു ഫ്രൈഡേ ഒരു മിനിമം റൂട്ടീനിൽ പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ടിലൂടെ എത്താൻ പറ്റും. നമ്മൾ ക്രാഷായിട്ടൊക്കെ ചെയ്ത ആ ഒരു റിസൾട്ടിനേക്കാളും എന്താ പറയുക ഈ റിസൾട്ട് എടുക്കാൻ ചിലപ്പോൾ ഇത്തിരി ടൈം എടുക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഇനി ഗ്ലൂട്ട് സ്ട്രെച്ചിങ് ഞാൻ ഈ ലെഗിന് വേണ്ടി കണ്ടിന്യൂ ചെയ്യാണ്. ഈ ലെഗ് ഇവിടേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ സ്ട്രെച്ച് ചെയ്യാം. ഇനി നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്കിന് വേണ്ടിയിട്ടാണ്. സെയിം റോളർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ബാക്ക് സൈഡിൽ ഈ റോളർ വരാൻ പാകത്തിന് കിടന്നതിന് ശേഷം ഇത് ഇങ്ങനെ പൊക്കിയിട്ട് നിങ്ങളിങ്ങനെയൊന്ന് റോൾ ചെയ്യുക. ഇനി നമ്മൾ ഒന്നുകൂടെ ചെയ്യാൻ പോകുന്നത് ഗ്ലൂട്ട്സിന് വേണ്ടി തന്നെയുള്ള ഒരു സ്ട്രെച്ചിങ് ആണ്. ഇതിന് നിങ്ങൾക്ക് റോളറിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു പ്ലാങ്ക് പൊസിഷനിൽ നിന്നിട്ട് ഈ കാലെടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ ഒരു 1 minute 30 seconds കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം അടുത്ത ലെഗിന് വേണ്ടി ഇതേ സെയിം പൊസിഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് അടുത്ത ലെഗിന് ഇതേ പൊസിഷനിൽ തന്നെ റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ്.
വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പർട്ടിക്കുലർ സ്ട്രെച്ച് വർക്കൗട്ട് നിങ്ങളുടെ ലെഗ് ഡേക്ക് നിങ്ങൾ 5 മിനിറ്റ്സ് സ്ട്രെച്ചിങ് ചെയ്യുമല്ലോ, അതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിന് നിങ്ങൾക്ക് റോളറിൻ്റെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാം. ഒരു 30 സെക്കൻഡ്സ് നിങ്ങൾ ഡെയിലി വർക്കൗട്ടിന് ശേഷം ഈ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ഒരു 30 സെക്കൻഡ്സ് ഈച്ച് ലെഗിനായിട്ട് ചെയ്താൽ മതി. ഇത് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾ 1 മിനിറ്റ് 30 സെക്കൻഡ്സ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മൊത്തത്തിലൊരു റിഫ്രഷ്മെൻറ്റ് വേണം എന്നുള്ളതുകൊണ്ടാണ്. ഈ സ്ട്രെച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി എക്സസൈസിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ടൈമൊക്കെ ഒന്ന് കുറച്ചാൽ മതി. 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ചെയ്യുന്നതൊക്കെ 1 മിനിറ്റ് എന്നൊരു ടൈമിലോട്ടാക്കിയിട്ട്. ഇനിയും നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ അപ്പർ ബോഡി വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഡെയിലി വർക്കൗട്ടിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാം. ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് നിങ്ങൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. ലൈക്ക് നിങ്ങളുടെ ബാക്കിന് ഈ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യണം. നിങ്ങളുടെ മസിൽസൊക്കെ ഒന്ന് എന്താ പറയുക സ്ട്രെച്ച് ആവുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യണം. അത് ഇങ്ങനെ നിങ്ങൾക്കൊരു 1 മിനിറ്റ് 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ 2 മിനിറ്റ്സോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള അത്ര നേരം കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ ഷോൾഡറിന് വേണ്ടിയുള്ള സ്ട്രെച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇപ്പം ബാക്കിന് വേണ്ടി ചെയ്ത അതേ പൊസിഷനിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഈ കൈ എടുത്ത് ഇപ്പുറത്തേക്ക് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഓരോ ഷോൾഡറിനായിട്ട് നമ്മളിങ്ങനെ ചെയ്യും. ഇതൊരു 1 മിനിറ്റ് 30 സെക്കൻഡ്സ് വെച്ച് നിങ്ങൾക്ക് ഓരോ സൈഡിൽ നിന്നുള്ള രീതിയിൽ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആണ്. നമ്മൾ സാധാരണ ചെസ്റ്റ് വർക്കൗട്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നന്നായിട്ടൊരു മസിൽ സോർനെസ് ഒക്കെ ഉണ്ടാവത്തില്ലേ, അതൊക്കെ മാറാൻ നല്ലതാണ്. അതിനുവേണ്ടി ഈ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഇങ്ങനെ നേരെ നിന്നിട്ട് നിങ്ങളുടെ കൈ ബാക്കിൽ ഇങ്ങനെ കൂട്ടിക്കിട്ടുക. അതിനുശേഷം നിങ്ങൾ പയ്യെ കുനിയുക. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു 40 സെക്കൻഡ്സോ 1 മിനിറ്റ് 30 സെക്കൻഡ്സോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്കൊരു നല്ല ഫീൽ കിട്ടുന്നത് വരെ ഇങ്ങനെ നിൽക്കാം. അടുത്ത സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രെച്ചിങ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ നിന്നിട്ട് നിങ്ങളെ ക്രോസ് സൈഡ്, അതായത് റൈറ്റ് സൈഡിലെ കൈ, അതായത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗിലും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഗിലും ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ബാക്ക് നന്നായിട്ട് അങ്ങ് സ്ട്രെച്ച് ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു 2 മിനിറ്റ്സോ 1 മിനിറ്റ് 30 സെക്കൻഡ്സോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ബാക്കിലത് ഫീൽ ചെയ്യണം, ആ ഒരു സ്ട്രെച്ചിങ്. അതാണ് ഈ സ്ട്രെച്ചിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. നിങ്ങൾ അത് ആ ഒരു പൊസിഷനിൽ നിൽക്കണം. നിങ്ങൾക്ക് ബാക്കിൽ ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യാൻ പാകത്തിന്. ഇനി നമ്മുടെ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് വീണ്ടും അപ്പർ ബോഡിയിലോട്ട് വരുവാണ്. നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നോർമലായിട്ട് അറിയാവുന്നതായിരിക്കും. ഇങ്ങനൊരു 1 മിനിറ്റ് വെച്ച് ഓരോ ഹാൻഡിന് വേണ്ടി ചെയ്താൽ മതി. ഇതും ഞാൻ പറഞ്ഞോണം, നേരത്തെ എല്ലാ എക്സസൈസിനും പറഞ്ഞോണം, നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ചുമ്മാ ഇങ്ങനെ പിടിച്ചിങ്ങനെ തളർത്തിയിടാതെ ആ സ്ട്രെച്ചിങ് നിങ്ങൾ ശരിക്കും ഫീൽ ചെയ്യണം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ ഷോൾഡറിലെ മസിൽസൊക്കെ എന്താ പറയുന്നത് ആ സ്ട്രെച്ച് ആവുന്ന എനിക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളും ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രെച്ചിങ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നാലേ നിങ്ങൾക്ക് ഈ സ്ട്രെച്ച് വർക്കൗട്ടിൻ്റെ മുഴുവൻ ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ.
ഇനി അടുത്ത സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ 2 സൈഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനും നേരത്തെ ചെയ്തോളം റോളർ ഒന്നിൻ്റെ ആവശ്യം തന്നെയില്ല. നിങ്ങളിങ്ങനെ നേരെ നിന്നിട്ട് ഒരു കൈ ഉയർത്തി പിടിച്ചതിന് ശേഷം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എനിക്ക് പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു സൈഡ് മുഴുവൻ. അതുകൊണ്ടാണ് ഞാനിത് സൈഡിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചാന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഒരു 1 മിനിറ്റ് വെച്ച് ഓരോ സൈഡിനായിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, നല്ലൊരു സുഖമുണ്ട്. ബോഡിയൊക്കെ എന്താ പറയുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തതിൻ്റെ ഒരു സുഖം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രെച്ച് വർക്കൗട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. ബൈ.